10 വർഷത്തിനിടെ 152 പരീക്ഷാ പേപ്പറുകൾ ചോർന്നു. പ്രധാനമന്ത്രി മാപ്പ് പറയണം. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ 152 പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചകളാണ് രാജ്യത്ത് സംഭവിച്ചതെന്നും ഒന്നിൽ പോലും ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജൂലൈ 20-ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ചലോ സൻസദ് മാർച്ചിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ ഡൽഹി പോലീസ് തല്ലിച്ചതച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രതിഷേധക്കാർക്ക് നേരെയുള്ള പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങളും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. സുരക്ഷാ സേന ആയുധങ്ങൾ പ്രയോഗിക്കാനും തല്ലിച്ചതയ്ക്കാനും മാത്രമുള്ള എന്ത് തെറ്റാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് നേരെ ഇങ്ങനെ സംഭവിച്ചത്? ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അവർ സമാധാനപരമായി പ്രതിഷേധിക്കുകയായിരുന്നു. രാജ്യം അവർക്ക് നൽകാൻ ബാധ്യസ്ഥമായ കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ തീവ്രവാദികളല്ല, അവർ നമ്മുടെ ഭാവിയാണ്. ഇതിൽ ഉത്തരവാദികളായ എല്ലാവർക്കും എതിരെ നടപടി വേണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇന്നലെ നടന്ന പ്രതിഷേധ ധർണയ്ക്കിടെ പോലീസ് തനിക്ക് നേരെ നടത്തിയ ബലപ്രയോഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ചില മർദ്ദനങ്ങൾ ഏൽക്കുന്നത് തനിക്ക് വിഷയമല്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. വിദ്യാർത്ഥികളുടെ ശബ്ദമാകാൻ കഴിയുന്നത് എനിക്ക് ലഭിച്ച ബഹുമതിയാണ്. എനിക്ക് കിട്ടിയ ചില അടികളെക്കുറിച്ചോ എന്നോട് പെരുമാറിയ രീതിയെക്കുറിച്ചോ ഞാൻ വേവലാതിപ്പെടുന്നില്ല. സർക്കാർ എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നതല്ല, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും അവരുടെ ഭാവിയുമാണ് പ്രധാനമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം ജന്തർ മന്ദറിൽ CJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം തുടരുകയാണ്. 2ാം തവണ കേന്ദ്ര സർക്കാർ CJPയെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. എന്നാൽ മന്ത്രിയുടെ വീട്ടിലേക്കോ ഓഫീസിലേക്കോ ഇനി ചർച്ചയ്ക്കില്ലെന്നും ജന്തർ മന്ദറിലേക്ക് വരണമെന്നുമാണ് CJP ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ക്രൂരമായ പോലീസ് നടപടി ഉണ്ടായതിനു ശേഷവും ആയിരക്കണക്കിന് ആളുകളാണ് സമരത്തിന് പിന്തുണയുമായി ജന്തർ മന്ദറിലേക്ക് എത്തുന്നത്.